നിലവിലുള്ള ലോക ജേതാക്കളായ അർജന്റീന വീണ്ടും ഒരു സെമി ഫൈനലിന് കച്ചമുറുക്കുന്നു. നമ്മുടെ പ്രശസ്ത ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചോട്ടെ. ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന സെമി ഫൈനലിന്റെ തിരുമുറ്റത്തെത്തുവാൻ മോഹമെന്ന് അർജന്റീനയും മെസ്സിയും ആവർത്തിച്ചു പാടുന്നു. അർജന്റീന to yet another World Cup semi-final. Argentina 3, Switzerland 1. തുടർച്ചയായ രണ്ടാമത്തെ വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ എത്തിയിരിക്കുകയാണ് അർജന്റീന. 2022 കപ്പ് നേടി അത് വീണ്ടും 2026 സെമിയിലേക്ക് കടന്നിരിക്കുന്നു. ഇംഗ്ലണ്ടുമായിട്ടാണ് 16-ാം തീയതി 12:30 ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടും. 1986 ക്വാർട്ടർ ഫൈനൽസ് ആരും മറക്കില്ല എന്ന് കാണാം. കാരണം നമ്മളൊക്കെ ആദ്യമായി TV-യിൽ കളി കണ്ടത് ആ വർഷങ്ങളായിരുന്നു, ആ വേൾഡ് കപ്പായിരുന്നു. അത് തന്നെ എല്ലാവരും മനസ്സിലുണ്ടായിരിക്കും. ആ ഒരു വേൾഡ് കപ്പിന്റെ മുഹൂർത്തത്തിലും അത് നമുക്ക് ഓർമ്മയ്ക്കായി വീണ്ടും ഈ 16-ാം തീയതി ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന മത്സരം. തീർച്ചയായിട്ടും എന്തൊരു കളിയായിരിക്കും അത്. അർജന്റൈൻ ഫുട്ബോളിന്റെ ഒരിക്കലും അണയാത്ത നാളമാണ് ആ പേര്. ആൽബി സെലസ്റ്റൻ ഓർമ്മകളിൽ ഒരിക്കലും ഇടറാത്ത ഈണമാണ് ആ പേര്. പുതിയ കാലത്തെ നമ്മൾ ഈ കാണുന്ന അർജന്റൈൻ ഫുട്ബോളിന് പൊരുതാൻ കിനാവുകൾ നൽകിയ പോയ കാലത്തിന്റെ തീപ്പന്തമായിരുന്നു അയാൾ. ആ പേര് ഡിയഗോ അർമൻഡോ മാറഡോണയുടെ ഓർമ്മകൾ ഉയരുകയാണ് വീണ്ടും ലോകകപ്പിന്റെ വേദിയിൽ. ബിക്കോസ് അർജന്റീന ഇംഗ്ലണ്ട് സെമി ഫൈനൽ വരുന്നു. വീണ്ടും ഒരു ഫക്ലാൻഡ് യുദ്ധത്തിന് അരങ്ങ് റെഡിയാകുകയാണ് ഇൻ ദ ഫിഫ വേൾഡ് കപ്പ് 2026. തീർച്ചയായിട്ടും ആഘോഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അർജന്റീന ഇതുപോലൊരു ആഘോഷമാണ് 2022 ഖത്തറിലാണ് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെയായിരുന്നു. ഒരുപാട് നമുക്ക് സെലിബ്രേഷൻസ് ഒരുപാട് നോക്കൌട്ട് സ്റ്റേജിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. എന്നിരുന്നാൽ കൂടിയും അതിനൊക്കെ ഓവർകം ചെയ്യാനായിട്ട് അർജന്റീനയ്ക്ക് സാധിച്ചു. അത് ഒരുപാട് 10 പേരെ വെച്ച് പരമാവധി കളിക്കാൻ എനിക്ക് തോന്നുന്നു ഒരു 60 മിനിറ്റോളം ഒരു മണിക്കൂറോളം ശരിക്കും കളിക്കേണ്ടി വന്നു. 30 മിനിറ്റ് 15 മുമ്പ് 20 മിനിറ്റ് 50 മിനിറ്റോളം കളിക്കേണ്ടി വന്നു. പക്ഷേ അവസാന നിമിഷങ്ങളിൽ ഗോൾ കൺസീഡ് ചെയ്യുന്നതിൽ നിന്നും മാറി നിൽക്കാൻ സ്വിറ്റ്സർലൻഡിന് സാധിച്ചില്ല. അർജന്റീനയുടെ വിജയം 3-1. 1-നെതിരെ 3 ഗോളുകൾക്ക് ക്വാർട്ടർ ഫൈനൽ ജയിച്ച അർജന്റീന ഇതാ സെമി ഫൈനലിലേക്ക് ചുവടുവെക്കുന്നു. നിലവിലുള്ള ജേതാക്കളായ അർജന്റീന.